എത്രയെത്ര സ്ത്രീകളാണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കൊള്ളുകയും സല്ലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണിതറിയുന്നത്? ആ പുരുഷന്റെ കൂടെ വീട് വിട്ട് ചാടിപ്പോകുമ്പോഴാണ് അറിയുന്നത്, എന്റെ ഭാര്യ ഇതാ എന്നെ ചതിക്കുകയായിരുന്നു എന്ന്, എന്റെ മക്കൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന്. തിരിച്ചുകൊണ്ട് ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. അവരോടും എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നിന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് നിന്നെ പതിയിരുന്ന് കാത്തിരിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സഹാബത്ത് ചോദിച്ചില്ലേ, ഓ നബിയെ, ആരാണ് ബുദ്ധിമാന്മാർ? ശ്രദ്ധേയമായൊരു ഹദീസാണ്. ആരാണ് നബിയെ ബുദ്ധിമാന്മാർ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. സ്വന്തത്തെ കീഴ്പ്പെടുത്തിയവനാരാണോ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവനാരാണോ, അവനാകുന്നു യഥാർത്ഥ ബുദ്ധിമാൻ. എന്നാൽ നാളേക്ക് വേണ്ടി യാതൊരു മുന്നൊരുക്കവും നടത്താത്തവരാണെങ്കിലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൽക്കർമ്മങ്ങളിൽ മുന്നേറാത്തവൻ മരണത്തിന്റെ മാലാഖ അവന്റെ അരികിലേക്ക് വരുമ്പോ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഈ ക്ലാസ് കഴിഞ്ഞു പോയാലും നിങ്ങൾ ഈ വചനം മറക്കരുത്, കാരണം ശ്രദ്ധേയമായൊരു വചനമാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അതേ പരലോകത്തിന് വേണ്ടി ഒരുങ്ങാത്തവരിലേക്ക് മരണം വന്നെത്തുന്ന സമയത്തതാ അവർ പറയുന്ന വാക്കെന്താണ്? ഖാല റബ്ബിർജിഊൻ. റബ്ബിനോട് കെഞ്ചുകയാണ്, അള്ളയോട് കെഞ്ചുകയാണ്, ഓ അല്ലാ, എന്നെ ഒന്നുകൂടി റിട്ടേൺ അയക്കുമോ ഈ ഭൂമിയിലേക്ക്? എന്തിനാണ്? എന്റെ ഭാര്യയോടൊന്ന് യാത്ര പറയാൻ, എന്റെ ബിസിനസ് സാമ്രാജ്യം മറ്റുള്ളവരെ ഒന്ന് തീറെഴുതി ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ യാത്ര പറയാനല്ല കേട്ടോ. അല്ലാഹുവേ, നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഒരുപാട് നന്മകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളുണ്ട്, ഒരുപാട് വൈജ്ഞാനിക സംരംഭങ്ങളുണ്ട്, ഒരുപാട് ദൗവത്തിന്റെ ചാൻസുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നന്മകളുണ്ടായിരുന്നു. അതെല്ലാം എന്നെ തിരിച്ചു പിടിക്കാൻ റബ്ബേ ഒന്നുകൂടി എന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വിടുമോ? പക്ഷേ അല്ല പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇല്ലടോ, നീ പറഞ്ഞതുപോലെയല്ല കാര്യം. നീ പറഞ്ഞ വാക്ക് വെറും മുള്ളു പൊള്ളയായ വാക്കാണ്. ഇനി നിനക്ക് വരാനിരിക്കുന്നത് എന്താണ്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അതേ ബർസഖ് എന്ന് പറയുന്ന ലോകമാണ് ഇനി തന്നെ മുമ്പിൽ കടന്നു വരാനുള്ളത്. സഹോദരങ്ങളെ, ആ ഒരു സമയം വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു അവിടെ സമയം തരികയില്ലല്ലോ. നോക്കൂ നിങ്ങൾ, പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയത യൂണിഫോം ധരിച്ചുകൊണ്ട് അവരുടെ സ്കൂൾ വിട്ടുകൊണ്ട് അവൾ പോരുകയാണ്. അവൾക്ക് കയറാനുള്ള ട്രെയിനിലേക്ക് ഓടുകയാണ്. ട്രെയിന് മെല്ലെ മൂവ് ചെയ്തിട്ടുണ്ട്, മെല്ലെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കയറാൻ വേണ്ടി ആ മോളത കാല് വെച്ചുകൊണ്ട് സ്റ്റെപ്പിൽ ആ കമ്പികളിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പിടുത്തം കിട്ടാതെ സ്ലിപ്പായി ട്രാക്കിലേക്ക് വീഴുകയാണ്. ആ പെൺകുട്ടിയുടെ കഴുത്ത് ട്രെയിനിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന കമ്പിക്കിടയിൽ കുടുങ്ങുകയാണ്. ട്രെയിന് പെട്ടെന്ന് നിർത്തുകയാണ്. എന്ത് ചെയ്യാൻ? ആ കുട്ടി ജീവിതത്തിനും മരണത്തിനുമിടയിൽ പോരടിക്കുകയാണ്. വികൃതമായ ശബ്ദങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. അവൾ ധരിച്ച വസ്ത്രത്തിലൂടെ ആളുകൾ എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധമില്ലാതെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? അതാണ് മരണം. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ആർക്കും സാധ്യമല്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സാ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ.
ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സമയം നീട്ടിക്കൊടുക്കില്ല. അള്ളാഹു അവന് ഒരു സെക്കൻഡ് പോലും ഇനി സമയം കൊടുക്കില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിക്കൊണ്ട് സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുകയാണ് സഹോദരങ്ങളെ.